ഒരാൾക്ക് എത്ര ലീവാണ് ഒരു ഓർഗനൈസേഷനിൽ എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്ഥാപനം ഒരു ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ അതോവൈസ് ഒരു ഫാക്ടറി ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കും. ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കീഴിലാണെങ്കിൽ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ലീവ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അയാൾക്ക് 12 കാഷ്വൽ ലീവും 12 സിക്ക് ലീവുമാണ് കിട്ടുക. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ലീവിന്റെ കൂടെ തന്നെ 12 ഏൺ ലീവും കൂടിയും കിട്ടും. ഈ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കലണ്ടർ ഇയറിലാണ്, അതല്ലെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള സമയത്താണ് ഈ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരാൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസിലാണെങ്കിൽ അയാൾക്ക് 20 ദിവസം അയാൾ വർക്ക് ചെയ്ത ഒരു ലീവ് എന്നുള്ള കണക്കിലാണ് അയാൾക്ക് ഫാക്ടറീസിനകത്ത് ലീവ് എലിജിബിൾ ആവുക. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര ലീവ് അയാൾക്ക് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കീഴിലാണോ അതർവൈസ് ഒരു ഫാക്ടറിയിലാണോ എന്നുള്ളതാണ്. ഫാക്ടറീസ് നോർമലി നമുക്കറിയാവുന്ന ഫാക്ടറീസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും വരെ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള ആക്ടിന്റെ കീഴിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള നിയമങ്ങളാണ് ബാധകമായിട്ട് വരിക.